ഹലോ വെൽക്കം ഓൾ ഓഫ് യു. നമ്മളിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ സെക്കൻഡ് സെമ്മിൻ്റെ സോഷ്യോളജി ഇൻ ഇന്ത്യൻ്റെ PYQ ഡിസ്കഷൻ ആയിട്ടാണ്. കുറേ പേര് മെസ്സേജ് അയച്ചതിൻ്റെ ഭാഗമായിട്ടാണ്. കുറേ പേര് കമൻറ്റ് സെക്ഷനിലും മെസ്സേജിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോഷ്യോളജി ഇൻ ഇന്ത്യയും അതേപോലെ തന്നെ ജനറൽ ഇക്കണോമിക്സും ഈ രണ്ട് സബ്ജക്റ്റിൻ്റെയും ജസ്റ്റ് പാസ് ബാച്ച് വേണം എന്നുള്ളത്. ജസ്റ്റ് പാസ് ബാച്ചിലേക്ക് ജോയിൻ ചെയ്തവർക്ക് അറിയാം. ഫസ്റ്റ് സെമ്മിൽ കുറേയധികം പേര് നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അവർക്കെല്ലാം അറിയാം എത്രത്തോളം യൂസ്ഫുൾ ആയിട്ടുണ്ട് ഈ ഒരു ബാച്ച് എന്നുള്ളത്. നിങ്ങൾ എക്സാമിൻ്റെ 2 ദിവസം മുന്നേ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ പോലും എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം, ബുക്ക് തുറന്നു നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് പാസ് മാർക്ക് ഷുവർ ആക്കി തരുന്ന ഒരു ബാച്ചാണ്. അതിൽ തന്നെ റെക്കോർഡഡ് ക്ലാസ് ആയിട്ടാണ്, അതായത് 1 ഹവറിന് താഴെയുള്ള ഒരൊറ്റ റെക്കോർഡഡ് ക്ലാസ്സും പിന്നെ PYQ ഡിസ്കസ് ചെയ്യുന്ന ഒരു 3 വീഡിയോസായിട്ട് 3 സെറ്റ് വീഡിയോസായിട്ട് സെക്ഷൻ A, സെക്ഷൻ B, സെക്ഷൻ C, സെക്ഷൻ D അങ്ങനെ ഈ ഒരു സെറ്റ് വീഡിയോസുമായിട്ടാണ് നിങ്ങൾക്ക് ഈ ക്ലാസ് പ്രൊവൈഡ് ചെയ്യണത്. മാത്രമല്ല എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളുടെ ചെറിയ ചെറിയ നോട്ട്സ് ആയിട്ടും ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ടും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ. എക്സാമിൻ്റെ 2 ദിവസം മുന്നേ ആണ് നിങ്ങൾ ഈ കാണുന്നത് എന്നുണ്ടെങ്കിൽ പോലും പാസ് മാർക്ക് നിങ്ങൾക്ക് ഷുവർ ആക്കി തരുന്ന ഒരു ബാച്ചാണത്. ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ നമ്പർ കൊടുത്തേക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് നിങ്ങൾക്ക് അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ എല്ലാം ബേസ് എന്താണെന്ന് അറിഞ്ഞാലാണ് ഈ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മുഴുവനായിട്ടും അത് മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് സെക്ഷൻ A, സെക്ഷൻ B, സെക്ഷൻ C, സെക്ഷൻ D എന്നുള്ള ഒരു പാറ്റേണിൽ കൊടുത്തിട്ടുള്ളത്. സെക്ഷൻ A നിങ്ങൾക്ക് ഈ ഒരു ബേസ് അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും 1 വേർഡാണ് മനസ്സിലാവാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ സെക്ഷൻ Bയിലോട്ട് പോകും തോറും നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ ഒരു ജസ്റ്റ് പാസ് വീഡിയോ, അതായത് 1 ഹവറിന് താഴെയുള്ള ഈ ഒരു ജസ്റ്റ് പാസ് വീഡിയോ കണ്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ബേസ് എല്ലാം സെറ്റ് ആയതിനു ശേഷമാണ് ബാക്കി സെക്ഷൻ B തൊട്ടിട്ട് നിങ്ങൾ കാണേണ്ടതായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ വീഡിയോസും അതേപോലെ തന്നെ ക്ലാസ്സസും കിട്ടുന്നതിന് വേണ്ടിയിട്ട് എത്ര ഫീസ്, വളരെ കുറഞ്ഞ ഫീസിലാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണത്. കിട്ടുന്നതിന് വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. ഇനി സെക്ഷൻ Aയിൽ വാട്ട് ഈസ് ആൻ എലമെൻ്ററി ഫാമിലി? എലമെൻ്ററി ഫാമിലി എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്നുമില്ല, ഒരു അച്ഛൻ, ഒരമ്മ, പിള്ളേർ, അതായത് കല്യാണം കഴിയാത്ത, നമ്മൾ ഈ ചെറിയ ക്ലാസ്സിൽ ബുക്കിൽ ഫോട്ടോസിലൊക്കെ കണ്ടിട്ടില്ലേ, ന്യൂക്ലിയർ ഫാമിലി എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടിട്ടില്ലേ, അതേ സെയിം കൺസെപ്റ്റാണ് ഇവിടെയും വരണത്. അതായത് അച്ഛൻ, അമ്മ, പിന്നെ അതേപോലെ കല്യാണം കഴിയാത്ത മക്കൾ, അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഒരു മാൻ ആൻഡ് ഹിസ് വൈഫ് ആൻഡ് ദെയർ അൺമാരീഡ് ചിൽഡ്രൻ. ഓക്കെ, അപ്പോൾ അഡോപ്റ്റഡ് ആവാം, അൺമാരീഡ് ചിൽഡ്രൻ എന്ന് പറയുമ്പോൾ അത് അഡോപ്റ്റഡ് ആവാം, അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റെപ്പ് ചിൽഡ്രൻ ആവാം. ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് പറയണത്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് പറയണത്, എലമെൻ്ററി ഫാമിലി എന്ന് പറയണത്. ഇനി ഈ ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത് ആരാണ്? AM ഷാ ആണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ആൻസറിൽ നിങ്ങൾക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനെ ഒന്ന് മെൻഷൻ ചെയ്യാം കേട്ടോ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഇൻ വിച്ച് ഇയർ ദി ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെവലപ്മെൻറ്റ് ഓഫ് സോഷ്യോളജി ഇൻ ഇന്ത്യ സ്റ്റാർട്ടഡ്? ഇവിടെ ക്വസ്റ്റ്യൻ്റെ മലയാളം കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ക്വസ്റ്റ്യൻ ഒരിക്കലും നിങ്ങൾക്ക് മലയാളത്തിൽ തരണില്ല. ഇതുവരെ സ്റ്റിൽ ഇപ്പോഴും എന്താണ് ക്വസ്റ്റ്യൻ മലയാളത്തിൽ തരുന്ന ഒരു പാറ്റേണിലേക്ക് എത്തിയിട്ടില്ല. ഭാവിയിൽ വരും എന്നുള്ളൊരു അറിവ് മാത്രമേ നമുക്ക് ലഭിച്ചിട്ടുള്ളൂ. അപ്പോൾ ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിൽ തന്നെയാണ്. ആൻസർ നിങ്ങൾക്ക് മലയാളത്തിലോ ഇംഗ്ലീഷിലോ നിങ്ങളുടെ കൺവീനിയൻസിനനുസരിച്ചിട്ട് എഴുതാം. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കിയേ. വിച്ച് ഇയർ ദി ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെവലപ്മെൻറ്റ് ഓഫ് സോഷ്യോളജി ഇൻ ഇന്ത്യ സ്റ്റാർട്ടഡ്? അപ്പോൾ ഏതാണ് ഇയർ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ആ ഇയർ മാത്രമായിട്ട് നിങ്ങൾ എഴുതുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് വീഴും. എങ്ങനെ? ലിബറൽ ആയിട്ടുള്ളൊരു വാല്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ. അതല്ല ഇച്ചിരി പിശുക്കൊക്കെ ഉള്ള ടീച്ചേഴ്സാണ് ഇടുന്നത് എന്നുണ്ടെങ്കിൽ ഇയർ മാത്രം എഴുതുമ്പോൾ ഇയർ മാത്രമല്ലേ ഉള്ളൂ, 1/2 മാർക്ക് കൊടുത്താൽ മതി, അല്ലെങ്കിൽ 3/4 മാർക്ക് കൊടുത്താൽ മതി എന്നുള്ളൊരു തോട്ട് അവരിലേക്ക് പോയാൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നോക്കുന്ന ആ വാല്യൂഷൻ പോയിന്റിൽ ഈ ഒരു ആൻസർക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാർക്ക് അവിടെ കുറയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് എഴുതണം? ആ ഒരു ഇയർ ഏതാണ്, ഏത് ഇയറിലാണ് അത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്? 1914 സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ആൻഡ് എന്താണ് ആ 1914 സ്റ്റാർട്ട് ചെയ്യണ സമയത്ത് ഉണ്ടായിരുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ അതിനെ റിലേറ്റ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരൊറ്റ പോയിന്റ് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. അതായത് ബോംബെ യൂണിവേഴ്സിറ്റിയിൽ എക്കണോമിക്സിനും അതേപോലെ തന്നെ സോഷ്യോളജിനെയും ഉൾപ്പെടുത്തിയിട്ട് PG കോഴ്സസ്, അതായത് ബിരുദാനന്തര കോഴ്സ് ആരംഭിച്ചതോടെയാണ് ഈ ഒരു ഇന്ത്യയിൽ സോഷ്യോളജിയുടെ ഈ ഒരു വികസനം വന്നിട്ടുള്ളത് എന്നുള്ള രീതിക്കും കൂടിയും നിങ്ങൾക്ക് അവിടെ പോയിന്റ് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി തേർഡ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഹു ഓതേർഡ് കോണ്ടംപററി ഇന്ത്യ ആൻഡ് ഇറ്റ്സ് മോഡേണൈസേഷൻ? ഈ ഒരു ബുക്ക് രചിച്ചിട്ടുള്ളത് ആരാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആരാണ്? SC ദുബെ ആണ്. ഓക്കെ, SC ദുബെ ആണ്, അതായത് ശ്യാമചാരൻ ദുബെ ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു കോണ്ടംപററി ഇന്ത്യ എന്ന് പറയുന്ന ബുക്ക് രചിച്ചിട്ടുള്ളത്. ഇയർ നോട്ട് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ, പഠിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ പഠിച്ചു വെച്ചേക്കുക. കാരണം സെപ്പറേറ്റ് ആയിട്ട് ഏത് ഇയറിലാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് എന്നുള്ള ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസും ഉണ്ട്. അപ്പം 1974 ആണെന്ന് ഓർമ്മയിൽ നിൽക്കുന്നവർ
അറിയുന്നവരാണെന്നുണ്ടെങ്കിൽ ഓർത്ത് വെച്ചേക്കുക, അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്തോളൂ, ഇയർ സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ. ഇനി 4th ക്വസ്റ്റ്യൻ, നെയിം എനി വൺ ഇന്ത്യൻ സോഷ്യോളജിസ്റ്റ് ഹു ഫോളോഡ് എ സിന്തസിസ് ഓഫ് ടെക്സ്റ്റൽ ആൻഡ് ഫീൽഡ് വ്യൂ. അതായത് നമ്മൾ പഠിക്കുന്ന സമയത്ത്, അതായത് നമ്മുടെ വീഡിയോ ഡിസ്കസ് ചെയ്ത സമയത്ത് നമ്മൾ പറയുന്നുണ്ട് ടെക്സ്റ്റൽ വ്യൂവും അതേപോലെ തന്നെ ഫീൽഡ് വ്യൂവും രണ്ടും കൂടിയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ട്, അല്ലെങ്കിൽ രണ്ടും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് വന്നിട്ടുള്ള ഇന്ത്യൻ സോഷ്യോളജിസ്റ്റ് ആരാണ് എന്നുള്ളത് അല്ലേ. ആരാണ്? ഇരാവതി കാർവെയാണ്. അദ്ദേഹമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു ടെക്സ്റ്റൽ ആൻഡ് ഫീൽഡ് വ്യൂവിനെ പറ്റിയിട്ട് അത് രണ്ടും കൂടിയിട്ട് സമന്വയിപ്പിച്ചുകൊണ്ട് ഒരു ഇന്ത്യൻ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്കുള്ള സ്റ്റഡി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത് എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. വാട്ട് ഈസ് മാത്സിയൻ പെർസ്പെക്റ്റീവ്? മാത്സിയൻ പെർസ്പെക്റ്റീവിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ അത് മാത്സിയൻ പെർസ്പെക്റ്റീവ് എന്നാൽ എന്താണ് എന്നുള്ള രീതിക്കാണ് ചോദിച്ചിട്ടുള്ളത്. മെയിനായിട്ടും ഹിസ്റ്റോറിക്കലി ഉള്ള കാര്യങ്ങളുണ്ടാവും, അതായത് ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും, അതേപോലെ തന്നെ സമൂഹത്തിൽ ഇപ്പം നിലനിന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതേപോലെ തന്നെ സ്വത്ത് അവകാശങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെയുള്ള ബന്ധങ്ങൾ എന്തൊക്കെയാണ്, ഈ ഒരു നമ്മുടെ സമൂഹത്തിൽ തന്നെ വിവിധ തരത്തിലുള്ള ക്ലാസ്സുകളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അപ്പർ ക്ലാസ്സസ്, ലോവർ ക്ലാസ്സസ്, അങ്ങനെ വർഗങ്ങളായിട്ട് വിവിധ ക്ലാസ്സുകളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം അങ്ങനെയുള്ള സാമൂഹിക യാഥാർത്ഥ്യങ്ങളെയും അതേപോലെ തന്നെ സമൂഹത്തിൽ വരുന്ന മാറ്റങ്ങളെയും ഇതിനെയെല്ലാം വിശദീകരിച്ചു കൊണ്ടുള്ള ഒരു സമീപനം ആണ് എന്തെന്ന് പറയണത്, മാർക്സിയൻ വീക്ഷണം അഥവാ മാർക്സിയൻ പെർസ്പെക്റ്റീവ് എന്ന് പറയണത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. വാട്ട് ഈസ് ഡോമിനൻറ്റ് കാസ്റ്റ്? ഡോമിനൻറ്റ് എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്, മെയിനായിട്ട് ഒരു ടോപ്പ് പൊസിഷൻ എന്നുള്ള രീതിക്ക് അല്ലേ, പ്രബല ജാതി എന്ന് പറയും നമ്മൾ മലയാളത്തിൽ. അപ്പം ഈ ഒരു ഡോമിനൻറ്റ് കാസ്റ്റിനെ റിലേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു സബ്ജക്റ്റിൽ കുറേ ആളുകളും അവർ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അവർ മുന്നോട്ട് വെച്ചിട്ടുള്ള കുറേ അധികം കാര്യങ്ങളെ പറ്റിയിട്ടും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഏത് ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ, 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ, 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ, ഈവൻ എസ്സേ ആയിക്കോട്ടെ, ഏതാണെന്നുണ്ടെങ്കിലും നിങ്ങളോട് ചോദിച്ച ക്വസ്റ്റ്യനെ റിലേറ്റ് ചെയ്തുകൊണ്ട് ആരാണോ വരുന്നത്, അല്ലെങ്കിൽ ആരാണോ നിങ്ങളോട് ചോദിച്ച ക്വസ്റ്റ്യനെ റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്, ആളെ കൂടി മെൻഷൻ ആക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഫോർ എക്സാമ്പിൾ നോക്കിയേ, ഇപ്പോൾ ഡോമിനൻറ്റ് കാസ്റ്റ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഡോമിനൻറ്റ് കാസ്റ്റ് എന്താണ്? ഒരു ന്യൂമറിക്കൽ വ്യൂവിൽ കുറേ അധികം, അതായത് ജനസംഖ്യ ഭൂരിപക്ഷം കുറേ അധികമുള്ള, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടും അതേപോലെ തന്നെ അധികം പവറുള്ള ഒരു പ്രത്യേകിച്ച് ഭൂമിയൊക്കെ ഉടമസ്ഥതയിലുള്ള കുറേ അധികം വാസ്റ്റ് ആയിട്ടുള്ള ഭൂപ്രദേശമെല്ലാം ഉടമസ്ഥയിലുള്ള രാഷ്ട്രീയ സ്വാധീനമുള്ള ആളുകളെയാണ് എന്തെന്ന് വിളിക്കുന്നത്, പ്രബല ജാതി എന്ന് വിളിക്കുന്നത്. പക്ഷേ അത് ആ ഒരു ഡെഫിനിഷൻ അവിടെ കൊടുത്തപ്പോഴും അതിനെ റിലേറ്റ് ചെയ്തിട്ട് പറഞ്ഞത് ആരാണ്, ആരുടെ അഭിപ്രായത്തിലാണ് ഈ ഒരു ഡെഫിനിഷൻ വന്നിട്ടുള്ളത്? MN ശ്രീനിവാസിൻ്റെ അഭിപ്രായത്തിലാണ് ഈ ഒരു ഡെഫിനിഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ ആരാണോ അതിനെ റിലേറ്റ് ചെയ്ത് എടുക്കുന്നത്, ആളുടെ പേര് കൂടി എഴുതിയാൽ നിങ്ങൾക്ക് ഒന്നുകൂടിയും സ്കോർ ചെയ്യാനായിട്ട് അത് സഹായിക്കും. ഓക്കെ, പേപ്പർ നോക്കുന്ന ആൾക്ക് ഒരു ഇംപ്രഷൻ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ 1 മാർക്കാണ് ഫസ്റ്റ് എഴുതുന്നവരാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നോക്കുന്ന സമയത്ത് തന്നെ പേപ്പർ പഠിച്ചിട്ടുള്ള ഒരാളാണ്, അല്ലെങ്കിൽ ഈ ഒരു സബ്ജക്റ്റ് നോളജ് ഉള്ള ഒരാളാണെന്ന് ആ ഒരു ഇംപ്രഷൻ കിട്ടാനായിട്ട് അത് സഹായിക്കും. ഓക്കെ, ഇനി 7th ക്വസ്റ്റ്യൻ നോക്കി. ഹു ഇൻട്രൊഡ്യൂസ്ഡ് ദി കൺസെപ്റ്റ് ഓഫ് ഹോമോ ഹൈറാർക്കിക്കസ്? ഹോമോ ഹൈറാർക്കിക്കസ് എന്നുള്ള കൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത് ആരാണ്? ഇങ്ങനെ തന്നെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കും, എന്താണെന്ന് ചോദിക്കും, അതേപോലെ തന്നെ ആരാണ് ആ ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ള രീതിക്കും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആരാണെന്ന് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ ആൻസർ ആരാണ്, ഹു എന്നുള്ള രീതിക്ക് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആൻസർ കീയിൽ നിങ്ങളുടെ വാല്യുവേഷൻ പോയിന്റിൽ ആ ഒരൊറ്റ ആൻസർ മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കി നിങ്ങൾ അതിനെ റിലേറ്റ് ചെയ്തിട്ട് എന്ത് എഴുതി വെച്ചാലും ആ പെർട്ടിക്കുലർ ആൻസർ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു മാർക്ക് പോവുകയാണ്. ഓക്കെ, അതാണ് 1 വേർഡ്സിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ളൊരു ഫീച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു 1 മാർക്ക് അവിടെ പോവരുത്. ഓരോന്നിൻ്റെയും ഓരോ കൺസെപ്റ്റ് വരുന്ന സമയത്തും നിങ്ങളുടെ ഷോർട്ട് നോട്ടിൽ, ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, ക്ലാസ് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഏത് ക്ലാസ് ആയിക്കോട്ടെ, എൻ്റെ ക്ലാസ് എന്നല്ല ഏത് ക്ലാസ് ആയിക്കോട്ടെ, ക്ലാസ് കാണുമ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്തായാലും ഒരു ഷോർട്ട് നോട്ട് വേണം. വെറുതെ ഒരു ടൈം പാസ് എന്നുള്ള രീതിക്കോ അല്ലെങ്കിൽ വെറുതെ മൊബൈൽ ഓൺ ആക്കി വെച്ച് വേറെ പണികളിൽ ചെയ്യുന്ന സമയത്തോ ക്ലാസ് കാണരുത്. അങ്ങനെ കാണാം, നിങ്ങൾക്ക് റിവൈസ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ കാണാം, പക്ഷേ ആദ്യമായിട്ട് പഠിക്കുന്ന സമയത്ത് ഒരിക്കലും അങ്ങനെ കാണരുത്. ഒരു ഷോർട്ട് നോട്ട് എന്തായാലും നിങ്ങളുടെ കയ്യിൽ കരുതിയിരിക്കണം. ഓക്കെ, അപ്പോൾ ഹോമോ ഹൈറാർക്കിക്കസ് എന്ന് പറയുമ്പം എന്താണ്, ആരാണ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ആരാണ്? ഫ്രഞ്ച് സോഷ്യോളജിസ്റ്റ് ആയിട്ടുള്ള ലൂയിസ് ഡുമോണ്ട് ആണ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹം ഒരു ആന്ത്രോപോളജിസ്റ്റ് കൂടി ആയിരുന്നു എന്നുള്ളതും അവിടെ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ മെൻഷൻ ചെയ്യാം. ഹോമോ ഹൈറാർക്കിക്കസ് എന്താണെന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മുടെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, ഇനി 8th ക്വസ്റ്റ്യൻ നോക്കിയേ. ഹു ഈസ് ദി ഫാദർ ഓഫ് ഇന്ത്യൻ സോഷ്യോളജി? ഇത് ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളോട് 1 മാർക്കിന് ഇങ്ങനെ തന്നെ ചോദിച്ചില്ല
എന്നുണ്ടെങ്കിലും 5 മാർക്ക് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ പോയിന്റ് അവിടെ ഇൻക്ലൂഡ് ചെയ്യാം. ഇന്ത്യൻ സോഷ്യോളജിയുടെ പിതാവ് ആരാണ്? GS ഗുരിയാണ് ഇന്ത്യൻ സോഷ്യോളജിയുടെ പിതാവായിട്ട് വരണത്. ഓക്കെ, അപ്പോൾ അത് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെച്ചേക്കുക. പിന്നെ നിങ്ങൾ 1 വേർഡിൻ്റെ ആൻസർ എഴുതുന്ന സമയത്ത് എന്താണോ ആൻസർ, ആ ആൻസർ മാത്രം. ഇപ്പോൾ ഏതെങ്കിലും ഇയർ ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ 1905 ആണ് ആ ഒരു ഇയർ എന്നുണ്ടെങ്കിൽ 1905 എന്ന് എഴുതിയിട്ട് നിർത്തരുത്. 1905 ഇത് സ്ഥാപിതമായിട്ടുള്ളത്, അല്ലെങ്കിൽ ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്, ഇന്ന കാര്യങ്ങൾ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളത് 1 മാർക്കിനാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങളത് എഴുതണം. ഒരു ഇംപ്രഷന് വേണ്ടിയിട്ട് നിങ്ങളത് എഴുതേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഇനി 9th ക്വസ്റ്റ്യൻ നോക്കിയാൽ, വാട്ട് ഇസ് സ്ട്രക്ചറൽ ഫങ്ഷണലിസം? എന്താണ് സ്ട്രക്ചറൽ ഫങ്ഷണലിസം? അതൊരു തിയറിറ്റിക്കൽ ഫ്രെയിം വർക്കാണ്. എന്തിനു വേണ്ടിയിട്ട്? അതായത് സൊസൈറ്റീനെ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഇൻ്റർ കണക്റ്റഡ് സിസ്റ്റമായിട്ട്, അതായത് ഒന്നുമില്ല, വലിയ കോംപ്ലിക്കേഷൻ ആയിട്ട് എടുക്കണ്ട, എന്തൊക്കെയുണ്ട് നമ്മുടെ സമൂഹത്തിൽ? കുടുംബമുണ്ട്, ജാതിയുണ്ട്, പല രീതിക്കുള്ള മതങ്ങളുണ്ട്, അങ്ങനെയുള്ള കുറേയധികം സാമൂഹിക സ്ഥാപനങ്ങളുണ്ട്. അതിൻ്റെ എല്ലാം വ്യവസ്ഥയുടെ നിലനിൽപ്പിനും അതേപോലെ തന്നെ അതെല്ലാം മുന്നോട്ട് ഹാർമോണിയസ്ലി അത് മുന്നോട്ട് കൊണ്ടുപോയാലാണ് സമൂഹത്തിൻ്റേതായിട്ടുള്ള വളർച്ചയ്ക്കും അതേപോലെ തന്നെ സ്റ്റെബിലിറ്റി നിയന്ത്രിക്കാനും നിലനിർത്താനും എല്ലാം സഹായിക്കുള്ളൂ. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ്, കാസ്റ്റ്, റിലീജിയൻ, ഫാമിലി പോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം ഒരുമയോടെ ഐക്യത്തോടു കൂടിയിട്ട് വർക്ക് ചെയ്താൽ മാത്രമാണ് ഈ ഒരു സമൂഹത്തിൻ്റേതായിട്ടുള്ള ആ ഒരു സ്ട്രക്ചറൽ ഫോമിലോട്ട് കൊണ്ടുവരാനായിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഐക്യം നിലനിർത്താനായിട്ട്, ആ ഒരു സമൂഹത്തിൻ്റെ ഡെവലപ്മെൻറ്റ് കൊണ്ടുവരാനായിട്ട് സാധിക്കുള്ളൂ എന്നുള്ള രീതിക്കാണ് എന്ത് വരണത്? സ്ട്രക്ചറൽ ഫങ്ഷണലിസം വരണത്. ഓക്കെ, ഇനി 10th ക്വസ്റ്റ്യൻ നോക്കിയേ, ഹു ഓതേർഡ് ദി ബുക്ക് സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ഇന്ത്യൻ നാഷണലിസം? അപ്പോൾ ഇങ്ങനെ ഓരോ ബുക്ക് ഉണ്ട്, അത് രചിച്ചത് ആരാണ് എന്നുള്ള രീതിക്കുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഓരോ ബുക്കും അത് രചിച്ചത് ആരാണ്, അങ്ങനെ വേണം നിങ്ങളുടെ ഷോർട്ട് നോട്ടിൽ എഴുതി വെക്കാൻ വേണ്ടിയിട്ട്. ഒരു ബുക്ക് ഹൈഫൺ ഇട്ടിട്ട്, ഇപ്പോൾ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ഇന്ത്യൻ നാഷണലിസം എന്നുള്ള ബുക്ക്, അതിന് ഹൈഫൺ ഇട്ടിട്ട് അത് ആരാണ് രചിച്ചത്? AR ദേശായി ആണ് അത് രചിച്ചത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് എഴുതുക. അങ്ങനെ വേണം നിങ്ങൾ പഠിച്ചു പോകാനായിട്ട്. ആൻസർ എഴുതുന്ന സമയത്ത് മാക്സിമം സെൻറ്റൻസിൽ എഴുതാൻ നോക്കുക. അല്ല, സെൻറ്റൻസ് ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഹൈഫൺ ഇട്ടിട്ട് എഴുതിയാലും വലിയ രീതിക്കുള്ള കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല. ഓക്കെ, ഇനി സെക്ഷൻ B നമ്മൾ നെക്സ്റ്റ് വീഡിയോയിലാണ് ഡിസ്കസ് ചെയ്യുന്നത്. അത് നമ്മുടെ ക്ലാസ്സിലൂടെയാണ് പ്രൊവൈഡ് ചെയ്യണത്. വേണമെന്നുണ്ടവർ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ, താഴെ കാണുന്ന നമ്പറിൽ. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിച്ചോളൂ. അപ്പോൾ താങ്ക് യു.